അനുസരണക്കേട് കാണിച്ചപ്പോൾ, ലംഘനം ഉണ്ടായപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചു. അനുസരണക്കേടിനാൽ പാപം പ്രവേശിച്ചതുകൊണ്ട് പാപത്തെ നീക്കുവാൻ പല വഴികളും ഈ സൃഷ്ടാവാൻ ദൈവം ശ്രമിക്കുമായിരുന്നു. ഒന്നാമത് ശ്രമം നടത്തി നീതിമാനായ നോഹ. അവനെ കൊണ്ട് നീതി പ്രസംഗിച്ചു. എന്നാൽ ജനം മാനസാന്തരപ്പെടുന്ന ലക്ഷണമില്ല. ഒന്നാം കാണുന്ന ലോകം മുന്തിന ലോകത്തിൽ കർത്താവ് വെള്ളത്താൽ നശിപ്പിക്കുവാനിടയായി. പിന്നെ ഒരു നീതിയുടെ തലമുറ ഉരുവാകുമെന്ന് കർത്താവ് കാത്തിരിക്കുമായിരുന്നു. എന്നാൽ നീതിയുടെ തലമുറ ഉരുവാക്കപ്പെട്ടിട്ടില്ല. പിന്നെയും പിന്നെയും പാപത്തോട് പാപം കൂട്ടുമായിരുന്നു. അതുകൊണ്ട് ന്യായപ്രമാണ കാലമെന്നതായ മോശെ മുഖാന്തരം കർത്താവ് ന്യായപ്രമാണത്തിൽ ലോകത്തിന് നൽകി ജനത്തെ നീതിപാതയിൽ നടത്തുവാൻ ശ്രമിക്കുമായിരുന്നു. എന്നാലും സാധിച്ചില്ല. എന്നാൽ ദൈവം വിട്ടിട്ടില്ല. താൻ ജനിച്ചതായ, തൻ മുഖാന്തരം ജനിപ്പിച്ചതായ ആദാം മുഖാന്തരം ഈ സന്തതി നീതീകരിക്കപ്പെടുവാൻ തമ്പുരാൻ ആഗ്രഹിച്ചതുകൊണ്ട് എന്ത് ചെയ്തു? താനേ ഭൂമിക്ക് ഇറങ്ങി വരുവാനിടയായിത്തീർന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അതാണ് ദൈവപുത്രൻ. ഈ ലോകത്തിന് വന്നതായ രക്ഷിതാവ്. ന്യായപ്രമാണം ഒരു മനുഷ്യനെ നീതീകരിക്കുവാൻ സാധിച്ചില്ല. ഒരു മനുഷ്യനെ നീതീകരിക്കുവാൻ ദൈവപുത്രനെ വന്നേ മതിയാവൂ. അതുകൊണ്ട് യേശു